Hello everyone, welcome to my video. എൻ്റെ പേര് ശ്രീനാഥ് സി കെ. കോട്ടക്കൽ മലബാർ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ് ഇൻസ്ട്രക്ടറായി ഞാൻ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റായ ഇൻഡസ്ട്രിയൽ മെയിൻ്റനൻസ് ആൻഡ് സർവീസിംഗ് ലബോറട്ടറിയെക്കുറിച്ചാണ്. ഇതിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 5028. ഇത് തികച്ചും ഒരു ഓട്ടോമൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ ഈ സബ്ജക്റ്റിലൂടെ പഠിക്കുവാൻ പോകുന്നത് വിവിധതരം ടൂൾസുകൾ, എക്യുപ്മെൻറ്റ്സുകൾ, അവയുടെ ഉപയോഗങ്ങൾ, കൂടാതെ ഓട്ടോമൊബൈലിൻ്റെ ഭാഗങ്ങളായ എൻജിൻ, ക്ലച്ച്, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ തുടങ്ങിയ ഭാഗങ്ങളുടെ പാർട്സുകൾ, അവയുടെ വർക്കിംഗ്, സർവീസിംഗ്, മെയിൻ്റെനൻസ് തുടങ്ങിയവയാണ്. നമുക്കാദ്യം ഒരു ലാബിൽ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കുറച്ച് സേഫ്റ്റി പ്രിക്കോഷനുകൾ ശ്രദ്ധിക്കാം. നമ്മൾ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സുരക്ഷാ മുൻകരുതലുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷനുകൾ എന്ന് പറയുന്നു. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിനോടുള്ള പരിപൂർണ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ ഗ്ലൗവുകളും സേഫ്റ്റി ഷൂകളും നിർബന്ധമായും ധരിക്കേണ്ടതുണ്ട്. സേഫ്റ്റി ഗ്ലൗകൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് കൂടുതൽ ഗ്രിപ്പുകൾ കിട്ടാൻ സഹായിക്കുന്നു. നമ്മൾ ടൂൾസുകളും മറ്റ് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകളും ഒരിക്കലും നമ്മളുടെ പോക്കറ്റിലോ മറ്റ് ഭാഗങ്ങളിലോ നമ്മൾ വയ്ക്കാൻ പാടുള്ളതല്ല. കൂടാതെ ടൂൾസുകളും മറ്റും നമ്മൾ ഒരിക്കലും പരസ്പരം എറിഞ്ഞു കൊടുക്കുവാനോ പാടുള്ളതല്ല. ടൂൾസുകളിലും എക്യുപ്മെൻറ്റ്സിലും എന്തെങ്കിലും തരത്തിലുള്ള ഓയിലോ ഗ്രീസോ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി അത് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പല അപകടങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. വർക്ക് ചെയ്യുന്നതിന് മുമ്പും വർക്ക് ചെയ്തതിന് ശേഷവും നമ്മൾ ടൂൾസുകളും എക്യുപ്മെൻറ്റ്സുകളും ക്ലീൻ ആക്കിയിരിക്കണം. കൂടാതെ നമ്മൾ ഒരിക്കലും പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ ഉപയോഗിച്ച് കൈ കഴുകുവാനോ മറ്റ് ഭാഗങ്ങളിലെ ചെളി നീക്കം ചെയ്യുവാനോ ശ്രമിക്കരുത്. ഇത് ശരീരത്തിന് ഹാനികരമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും ചുറ്റുപാടും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിക്കുക. നമ്മളൊരു വാഹനത്തെ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് വീലിലോ അല്ലെങ്കിൽ ബാക്ക് വീലിലോ വുഡൻ ബ്ലോക്ക് വെച്ചതിന് ശേഷം വാഹനത്തിൻ്റെ റോളിംഗ് നിയന്ത്രിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാഹനം ലിഫ്റ്റ് ചെയ്യുന്ന സമയം വാഹനം ചിലപ്പോൾ റോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാൽ നമ്മൾ വാഹനത്തെ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വുഡൻ ബ്ലോക്ക് വെച്ചതിന് ശേഷം വാഹനം റോൾ ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാഹനത്തെ ഉയർത്തുവാൻ പാടുള്ളൂ. കൂടാതെ വാഹനം ഉയർത്തിയതിന് ശേഷം ആക്സിൽ സ്റ്റാൻഡ് ഉപയോഗിച്ച് വാഹനത്തെ സപ്പോർട്ട് ചെയ്യുക. ശരിയായ ടൂൾസുകളും മറ്റും നമ്മൾ ഉപയോഗിക്കുക. തെറ്റായ ടൂൾസുകൾ ഉപയോഗിച്ച് നട്ട് ബോൾട്ടുകൾ അഴിക്കുകയോ ടൈറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ നമ്മളെ ഭാഗങ്ങൾ, നമ്മൾ ഏത് ഭാഗമാണോ അഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അത് കേടുവരുത്തും. ഓരോ വർക്കിനും പ്രത്യേകം സേഫ്റ്റി പ്രിക്കോഷനുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയം നമ്മളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് ഡ്രസ്സ് എപ്പോഴും ശരീരത്തോട് ഇണങ്ങി ചേർന്നുള്ള ഡ്രസ്സായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ വാച്ച്, വള, മോതിരം, മാല തുടങ്ങിയവ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് ഇടവരുത്തും. നമ്മളൊരു വാഹനത്തിലേക്ക് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലോ പോസിറ്റീവ് ടെർമിനലോ ഊരിയിട്ടതിന് ശേഷം മാത്രം വാഹനത്തിൽ വർക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് ഈ ലാബിൽ എന്തെല്ലാം എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് അസംബ്ലിംഗ് ഓഫ് പെട്രോൾ എഞ്ചിൻ. പെട്രോൾ എഞ്ചിൻ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ആദ്യത്തെ വർക്കായി ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടർ. ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഇഞ്ചക്ടറുകളുടെ സർവീസിങ്, അതെങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുക, അതിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഈ വർക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്തതായി സിങ്ക്രോമെഷ് ഗിയർ ബോക്സ്. പുതിയ തരം വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സാണ് സിങ്ക്രോമെഷ് ടൈപ്പ് ഗിയർ ബോക്സ്. ഈ ഗിയർ ബോക്സ് എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുക, അതിൻ്റെ ഭാഗങ്ങൾ എന്താണ്, അത് ഏത് തരം ഫ്ലൂയിഡാണ്, ഓയിലാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്ത വർക്ക് ഡിഫറൻഷ്യൽ.
നമുക്ക് ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാമെന്ന്, ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ ഗ്രേഡ് എന്താണെന്നും ഡിഫറൻഷ്യൽ ഫങ്ഷൻ എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വർക്ക് കൊണ്ട് പഠിക്കുവാൻ പോകുന്നത്. അടുത്തതായി സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ക്ലച്ച് എന്താണെന്നും ക്ലച്ചിൻ്റെ പൊസിഷൻ എവിടെയാണെന്നും ക്ലച്ചിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, ക്ലച്ചിൻ്റെ സർവീസിങ് എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ വർക്കിലൂടെ പഠിക്കുവാൻ പോകും. അടുത്തതായി AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്. ഇത് ഒരു ഫ്യൂൽ ഫീഡ് പമ്പാണ്. നമ്മൾ പെട്രോൾ ഫ്യൂൽ സിസ്റ്റത്തിൽ ടാങ്കിൽ നിന്നും പെട്രോളിനെ കാർബറേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു പമ്പാണ് AC മെക്കാനിക്കൽ പമ്പ്. ഇതിന് എവിടെ നിന്നാണ് ഡ്രൈവ് കിട്ടുന്നതെന്നും ഇതിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നും ഇതിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ പഠിക്കുന്നതാണ്. അടുത്തതായി ഡിസ്ട്രിബ്യൂട്ടർ. ഇത് ഇഗ്നീഷൻ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാമാണെന്നും അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ സർവീസ്, അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ പഠിക്കുന്നതാണ്. ഈ വീഡിയോയിലൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ച് ടൂൾസുകൾ, നമ്മൾ ഓട്ടോമൊബൈൽ ലാബിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അവയുടെ ഉപയോഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.